ഭഗവാനെ, എന്റെ ഭർത്താവിന്റെ വീട്ടിലെ ആദ്യത്തെ ദിവസം കഴിഞ്ഞു. എന്റെ ഭർത്താവിനും എന്നെ ഓർത്ത് കരയുന്ന അമ്മയ്ക്കും ശാന്തിയും സമാധാനവും കൊടുക്കണേ. ഇന്നലെ കല്യാണം കഴിഞ്ഞ രാത്രി ആയതുകൊണ്ട് രാവിലെ മഹാറാണി എഴുന്നേൽക്കില്ലെന്നാ കരുതിയത്. പിന്നെ എഴുന്നേൽക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്റെ കണ്ണനൊരു കൂട്ട്. അതിനപ്പുറം ഈ കല്യാണം കൊണ്ട് നിനക്ക് ഒരു പ്രയോജനവും ഇല്ല. അപ്പൊ പിന്നെ എത്ര നേരത്തെ വേണമെങ്കിലും എഴുന്നേക്കാം. ഇതേതായാലും ഒരു പതിവാക്കിക്കോ. ഇവിടെ ഒരു ജോലിക്കാരി ഉണ്ടായിരുന്നു. അവളോട് ഈ കല്യാണത്തോടെ ആഴ്ചയിൽ 1-2 ദിവസം വന്നാ മതിയെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. നിനക്ക് വീട്ടുജോലിയൊക്കെ വശമാണെന്നാ നിന്റെ അച്ഛനും മുത്തശ്ശിയൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് അടുക്കള കാര്യങ്ങളൊക്കെ ഇനി നീ നോക്കിക്കോണം. അതിനെനിക്ക് സന്തോഷമേ ഉള്ളൂ. എങ്കി സന്തോഷക്കാരിയോട് പറയാ, നിന്റെ വീട്ടിൽ നിന്നും മറുവീട് കാണാനായിട്ട് നിന്റെ അച്ഛനും അമ്മയും മുത്തശ്ശിയൊക്കെ വരുന്നുണ്ട്. അവർക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ നീ ഒരുക്കി കൊടുത്തോണം. വല്ലതും അറിയാനോ പിടിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തുതരാം. ബാക്കി അടുക്കളയൊക്കെ നീ ഭരിച്ചോളണം. ശരി അമ്മ. അടുക്കള മാത്രം ഭരിച്ചാ മതി കേട്ടോ. വീട് ഭരിക്കണ്ട, വീട്ടിനകത്തുള്ളവരെ. ഇതമ്മ ചായ. ചായ തരക്കേടില്ല. ഇനി ഇതുപോലെ എല്ലാം തരക്കേടില്ലാതെ പോയാ നിനക്ക് വലിയ കുഴപ്പമില്ലാതെ കഴിയാം. പിന്നെ നിന്റെ ബെഡ്റൂമില് നല്ല ലക്ഷണമൊത്ത തലയണയുണ്ട്. അതില് തലവെച്ച് കിടന്നാലേ പെട്ടെന്ന് ഉറക്കം വരും. പക്ഷേ അതിനകത്ത് തലവെച്ചോണ്ടേ മന്ത്രം വേണ്ട. തലയണ മന്ത്രമേ കണ്ണനെ മാറ്റി എടുക്കണ്ട എന്നാ പറഞ്ഞത്. അവൻ അച്ഛനുമില്ല അമ്മയുമില്ല. അതുകൊണ്ട് ആ സ്ഥാനത്തിപ്പം ഞാനാ. എന്നെക്കാളും മുകളിലേക്ക് നീ പോകണ്ട എന്നാ ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? മനസ്സിലായമ്മേ. ഉണ്ണേട്ടാ, എഴുന്നേക്ക്. ആരാ ഈ നേരത്ത്? അറിയില്ല, നീ പോയി നോക്ക്. രാവിലെ തന്നെ കാഴ്ച കാണാൻ വന്ന് നിന്നോളൂ. നിന്നോട് ആരാ പറഞ്ഞത് ഈ സമയത്ത് വന്ന് മുട്ടി വിളിക്കാൻ? അത് പിന്നെ ചായ. അവളുടെ ഒരു ചായ. ഈ സമയത്ത് ഞാൻ എഴുന്നേക്കില്ലാന്ന് നിനക്കറിയില്ലേ? 7:30-8 മണി കഴിയാതെ
എന്റെ മുറിയിൽ വന്ന് ചായ കൊണ്ട് മുട്ടി വിളിക്കാറില്ലായിരുന്നല്ലോ ഇതിനു മുമ്പ്. അത് പിന്നെ ഉണ്ണിക്ക് ഉണ്ണിയേട്ടന് ചായ കൊടുക്കേണ്ടത് ഞാനാണോ അതോ നീയാണോ? ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഫെബ്രുവരി 15 ശനിയാഴ്ച ആരംഭിക്കുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.